നിങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കേ. നിങ്ങൾ വീട്ടിലുള്ള കറക്റ്റ് ആൾക്കാർക്ക് വേണ്ടത്ര ഫുഡായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ പാത്രമെല്ലാം കാലിയായിരിക്കുവാണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നത്. നമ്മൾ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചിരുത്തും. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ നമ്മളോട് ചോദിക്കും, ചേച്ചി കുറച്ച് ചോറ് കിട്ടുമോ, നല്ല വിശപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ചോറുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഇനി ബാക്കിയില്ല എന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ചോറുണ്ടായിരുന്ന സമയത്ത് നമുക്ക് അയാൾക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ എല്ലാം കഴിച്ചു തീർന്നപ്പോൾ കൊടുക്കണമെന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും കൊടുക്കാനൊന്നും ബാക്കിയില്ല. വീട്ടമ്മമാരുടെ കാര്യവും പലപ്പോഴും ഇതുപോലെയാണ്. എല്ലാവർക്കും വേണ്ടി കൊടുത്ത് സമയം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ശ്രദ്ധ കൊടുത്ത്, സ്വന്തം ആരോഗ്യവും മനസ്സും പോലും മറന്ന് പണിയെടുത്ത് ഒടുവിൽ നമ്മൾ തന്നെ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. അങ്ങനെ സ്വയം മറന്ന് പണിയെടുക്കുന്ന വീട്ടമ്മമാരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ മാത്രം നോക്കി രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ കാര്യങ്ങളല്ല. കുട്ടികൾ എഴുന്നേറ്റോ, അവരുടെ സ്കൂൾ ബാഗ് റെഡിയാണോ, ഹസ്ബൻഡിന് പോകാനുള്ള സമയമായോ, അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്താണ്, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ടായിരിക്കാം നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ. ചിലപ്പോൾ കണ്ണു തുറന്ന ഉടനെ തന്നെ തലയിൽ ഒരു വലിയ ലിസ്റ്റ് ഓടുന്നുണ്ടാകും. പക്ഷെ അതിൽ ഇന്ന് ഞാൻ എങ്ങനെ ഇരിക്കണം എന്നൊരു ചോദ്യം മാത്രം ഉണ്ടാകില്ല. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല. എല്ലാവരുടെയും വിശപ്പ് നമ്മൾ ഓർക്കും, എല്ലാവരുടെയും ഇഷ്ടം നമ്മൾ ഓർക്കും, വീട്ടിലുള്ളവരുടെ മരുന്ന് കഴിക്കാനുള്ള സമയം പോലും നമ്മൾ ഓർത്തു വെക്കും. പക്ഷെ നമ്മൾ അവസാനമായി സമാധാനമായി ഇരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഓർമ്മയുണ്ടാകണമെന്നില്ല. ഇത് ആരും നമ്മളോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. പലപ്പോഴും നമ്മൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തോളാം, അത് നീ ചെയ്യണ്ട, ഞാൻ നോക്കിക്കോളാം, അവന് ബുദ്ധിമുട്ടാകണ്ട, അതേപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ, ഇപ്പോൾ എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും, നമ്മൾ പോലും അറിയാതെ. അതുപോലെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്നൊരു വാക്ക് വളരെ വലുതായി മാറും. പിന്നെ ഞാൻ കഴിക്കാം, പിന്നെ ഞാൻ ഉറങ്ങാം, പിന്നെ ഞാൻ വിശ്രമിക്കാം, പിന്നെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, പിന്നെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താം. പക്ഷെ ആ പിന്നെ എപ്പോഴാണ് വരുന്നത്? പലപ്പോഴും അത് വരുന്നതിന് മുമ്പേ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ നമ്മളെ കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം കടന്നു പോകും, വീണ്ടും അടുത്ത ദിവസം, വീണ്ടും അതേ ഓട്ടം തന്നെ. നമ്മൾ ഒരുപാട് പേരെ വളർത്തും, ഒരുപാട് പേരെ നോക്കും, ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരിക്കാം. പക്ഷേ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ അവർക്കായി ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചു. കുട്ടികൾ ഒന്ന് വലുതായിക്കോട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. കുട്ടികൾ വലുതായി, അപ്പോൾ വീട്ടിലെ മറ്റു ഉത്തരവാദിത്തങ്ങൾ വന്ന്, ഇനി ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ അതും കഴിഞ്ഞു, വീണ്ടും മറ്റൊരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാത്തിരുന്ന ആ പിന്നെ ഒരിക്കലും വന്നില്ല. നമ്മൾ തന്നെയാണ് ഓരോ ദിവസവും അതിനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ പ്രായം പോകുന്നു, നമ്മുടെ ശരീരം മാറുന്നു, നമ്മുടെ ഇഷ്ടങ്ങളും മാറും, നമ്മുടെ മനസ്സ് പതുക്കെ മാറുന്നു. ഒരുപക്ഷെ ഒരിക്കൽ വളരെ ഇഷ്ടമായിരുന്ന കാര്യങ്ങൾ പോലും പിന്നീട് നമ്മൾ മറന്നു പോകും. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കൽ നമ്മൾ വളരെ സന്തോഷിച്ചിരുന്നു. ഒരു നല്ല ഡ്രസ്സ് ധരിക്കാൻ ഒരിക്കൽ നമ്മൾ കാത്തിരുന്നിരിക്കാം. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഒരിക്കൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഒരു പുസ്തകം വായിക്കണമെന്ന് വിചാരിച്ചിരിക്കാം. നമ്മൾക്ക് മാത്രം ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഓരോ തവണയും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ച ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയായി മാറുന്നത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം നല്ലതായിരിക്കാം. വീടുണ്ട്, കുടുംബമുണ്ട്, നമുക്ക് കുട്ടികളുണ്ട്, എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകാം. പക്ഷേ ചില രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മാത്രം ഉണർന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത തോന്നുന്നത്? എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും കണ്ണ് നിറയുന്നത്? എന്തുകൊണ്ടാണ് ആരും നമ്മളെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത്? കാരണം വർഷങ്ങളായി നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ തന്നെ സമയം കണ്ടെത്തിയില്ല. വീട്ടിൽ ആരെങ്കിലും ക്ഷീണിച്ചാൽ നമ്മൾ പറയും, നീ പോയി കിടന്നോളൂ. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കും. ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ നമ്മളത് കേൾക്കും.
പക്ഷേ ഒരിക്കലും നമ്മൾ ക്ഷീണിച്ചിരുന്നപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നീ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നോളൂ എന്ന്? ഒരുപക്ഷെ ഇല്ല. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. വളരെ കുറ്റബോധത്തോടും അല്ലെങ്കിൽ വിഷമത്തോടും കൂടി ഒന്നും തിരിഞ്ഞു നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആരെയും കുറ്റപ്പെടുത്താനുമല്ല, വീട്ടുകാരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളെയുമല്ല. വെറുതെ ഒന്ന് നോക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ നമ്മളെ എവിടെയാ വഴിയിൽ ഉപേക്ഷിച്ച് പോയെന്ന്. കാരണം സ്വയം സ്നേഹിക്കുക എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ചിലപ്പോൾ വിശക്കുമ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്. കുറേ സമയം ജോലികളൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ കുറച്ചു നേരം പോയി ഒന്ന് കിടക്കുന്നതാണ്. എല്ലാ കാര്യവും നമ്മൾ തനിച്ച് ചെയ്യാതെ ഒരാളോട് സഹായം ചോദിക്കുന്നതാണ്. വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ എടുക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരുപക്ഷെ നല്ല കുറ്റബോധം തോന്നാം, ഞാൻ ഇത്ര നേരം വെറുതെ ഇരിക്കുകയാണോ എന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ നമ്മളെ തിരികെ പിടിക്കുകയാണ്. കാരണം വീട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ വേണം. പക്ഷേ അവർക്കായി നമ്മൾ എന്നും ശക്തരായി നിൽക്കണമെങ്കിൽ ആ ശക്തി നമ്മളിൽ തന്നെ കുറച്ചെങ്കിലും ബാക്കിയുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മളെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സ്നേഹവും സമയവും പരിചരണവും ഒന്നും കുറയ്ക്കേണ്ടതില്ല. പക്ഷേ നമ്മളെ മുഴുവൻ തീർത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതുമില്ല. തുടക്കത്തിൽ പറഞ്ഞ ആ ചോറിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ചോറുണ്ടായിരുന്നപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് വിളമ്പി കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷെ പാത്രം കാലിയായപ്പോൾ കൊടുക്കണമെന്നുണ്ടായിട്ടും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളും അങ്ങനെയാകരുത്. എല്ലാവർക്കും വേണ്ടി ഓടി ഓടി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നോക്കി എല്ലാവരുടെയും സന്തോഷം ഉറപ്പാക്കാൻ ശ്രമിച്ച് ഒടുവിൽ ഒരു ദിവസം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കായി എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് ക്ഷീണിതനായിട്ടിരുന്നാൽ നമ്മൾ അത് ഉടനെ ശ്രദ്ധിക്കും അല്ലേ? എന്തു പറ്റി, സുഖമില്ലേ, കുറച്ചു നേരം കൂടി കിടന്നോളൂ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഒരു ദിവസം രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ ക്ഷീണം കണ്ടാലോ, നമ്മൾ എന്താണ് പറയുന്നത്? ഇന്ന് കുറച്ച് വിശ്രമിക്കാം എന്ന് പറയാറുണ്ടോ? പലപ്പോഴും അങ്ങനെ പറയാറില്ല അല്ലേ? പകരം അയ്യോ ഇന്ന് ഒരുപാട് പണിയുണ്ട് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതി. മറ്റുള്ളവരുടെ വിശപ്പറിയാൻ നമുക്ക് മനസ്സുണ്ട്, മറ്റുള്ളവരുടെ ക്ഷീണം മനസ്സിലാക്കാനും നമുക്ക് സമയമുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം ക്ഷീണം തിരിച്ചറിയാൻ പോലും നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം നമ്മൾ പതുക്കെ ഒരു കാര്യം വിശ്വസിച്ചു പോയി. ഞാനില്ലെങ്കിൽ ഈ വീട് എങ്ങനെ നടക്കും? ഞാൻ ചെയ്തില്ലെങ്കിൽ ഇതാരാണ് ചെയ്യുക? ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യം ആര് നോക്കും? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽക്കും. ക്ഷീണിച്ച ശരീരവുമായി അടുക്കളയിലേക്ക് പോകും. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹവും കൂടുതൽ മനോഹരമാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ടല്ലോ, പക്ഷേ എന്നെ ആരാണ് നോക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം മറ്റാരെയെങ്കിലും കാത്തിരിക്കേണ്ടതില്ല, നമ്മൾ തന്നെ ആ ഉത്തരമാകണം. സ്വയം മറന്ന് ജീവിച്ച ഒരു വീട്ടമ്മയാണെങ്കിൽ ഇനി മുതൽ സ്വയം മറക്കാതെ ജീവിക്കാൻ തുടങ്ങൂ. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെക്കണേ, നമുക്കുള്ളത് ആദ്യം തന്നെ കുറച്ചെങ്കിലും മാറ്റി വെക്കണം. കാരണം ഒരിക്കൽ നമ്മളിൽ ഒന്നും ബാക്കിയില്ലെങ്കിൽ സ്നേഹിക്കാൻ മനസ്സുണ്ടായാലും കൂടെ നിൽക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടായാലും കൊടുക്കാൻ ഒന്നും ബാക്കി ഉണ്ടാകില്ല. അതുകൊണ്ട് സ്വയം മറക്കരുത്. നിങ്ങളും പ്രധാനപ്പെട്ട ഒരാളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.